നമ്മൾ കണ്ടും കേട്ടും പരിചയിച്ച പരമ്പരാഗത സർജറികളിൽ നിന്നും വ്യത്യസ്തമായി ദൂരത്തിന്റെയും സമയത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ നേട്ടം സാധ്യമാക്കിയ ഡോക്ടർ ഹബീബ് മുഹമ്മദാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗിയുടെ അടുത്തില്ലാതെ കിലോമീറ്ററുകളോ മൈലുകളോ അപ്പുറത്തു നിന്ന് ടെലി റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തീകരിച്ച ആദ്യത്തെ മലയാളി കൂടിയാണ് ഡോക്ടർ ഹബീബ് മുഹമ്മദ്. ടെലി റോബോട്ടിക് സർജറി എന്താണെന്നും മെഡിക്കൽ രംഗത്ത് ഇതൊരു നാഴികക്കല്ലായി മാറുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കും. ഹലോ ഡോക്ടർ, വെൽക്കം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ടെലി റോബോട്ടിക് സർജറി? എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ഈ റോബോട്ടിക് സർജറി എന്താണെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പലർക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട്. അതായത് ഒരു റോബോട്ടാണ് സർജറി നടത്തുന്നത്, ഡോക്ടറല്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. അത് ഒരു മാസ്റ്റർ സ്ലേവ് അറേഞ്ച്മെൻ്റാണ്. അതായത് ഡോക്ടർ ചെയ്യുന്നത് റോബോട്ട് ആ രോഗിയുടെ അടുത്ത് വീണ്ടും അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യും. അതാണ് അത് ചെയ്യുന്നത്. അല്ലാതെ റോബോട്ട് സ്വന്തമായിട്ട് ഒരു ഓപ്പറേഷനും ചെയ്യുന്നതല്ല. അപ്പോൾ ഈ റോബോട്ടിക് സർജറിക്ക് പ്രധാനമായിട്ടും മൂന്ന് യൂണിറ്റുകളാണ് ഉണ്ടാവുക. ഒരു റോബോട്ടിക് ആംസ്, അതായത് റോബോട്ടിൻ്റെ കൈകൾ ഉൾപ്പെടുന്ന ഒരു പേഷ്യൻ്റ് കാർട്ട്. ആ റോബോട്ടിക് ആംസ് ഉപയോഗിച്ചാണ് നമ്മൾ രോഗിയിൽ സർജറി നടത്തുന്നത്. ഈ റോബോട്ടിക് ആംസിൽ നിന്നും ക്യാമറയിൽ നിന്നുമുള്ള വിവരങ്ങൾ ഒരു സെൻട്രൽ കൺസോളിലേക്ക് പാസ് ചെയ്യും. ആ സെൻട്രൽ കൺസോളിൽ നിന്ന് അത് സർജൻ കൺസോളിലേക്ക് പാസ് ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഡയറക്റ്റ് പാസിംഗ് അല്ല. അപ്പോൾ അവിടെയൊക്കെ തന്നെ അത് മറ്റ് തരംഗങ്ങളായിട്ട് മാറിയിട്ട് ആണ് ഈ വയറുകളിലൂടെ അത് പാസ് ചെയ്യുന്നത്. ഈ തരംഗങ്ങളെ സർജൻ കൺസോളിൽ വെച്ച് തിരിച്ച് ഇമേജസ് ആയിട്ട് മാറ്റും, വിഷ്വൽസ് ആയിട്ട് മാറ്റും. എന്നിട്ട് സർജൻ കൺസോളിൽ നിന്ന് സർജൻ നടത്തുന്ന മൂവ്മെൻറ്റ്സ്, അതായത് സർജൻ നടത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ തിരിച്ച് ഇതുപോലെ വേറൊരു തരംഗങ്ങളായി ട്രാൻസ്ലേറ്റ് ചെയ്ത് സെൻട്രൽ യൂണിറ്റിൽ പോയിട്ട് അവിടെ നിന്ന് അത് റോബോട്ടിക് ആംസ് അതുപോലെ തന്നെ അത് റെപ്ലിക്കേറ്റ് ചെയ്യും. ഇതാണ് റോബോട്ടിക് സർജറി. അല്ലാതെ റോബോട്ട് സ്വന്തമായിട്ട് ഓപ്പറേഷൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. സർജൻ ചെയ്യുന്നത് അത് റോബോട്ട് ആ രോഗിയുടെ ശരീരത്തിൽ വീണ്ടും അത് റെപ്ലിക്കേറ്റ് ചെയ്യണം ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തരംഗങ്ങളായി മാറിയിട്ടാണ് അത് ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ സർജൻ്റെ കൺസോള് ആ റൂമിൽ തന്നെ, അതായത് ഒരു രോഗിയുള്ള അതേ മുറിയിൽ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ അത് അടുത്തൊരു മുറിയിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ തന്നെ ആ ബിൽഡിങ്ങിലെ വേറൊരു ഫ്ലോറിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ മറ്റൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റാം, മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കും മാറ്റാം. ഈ ഒരു ടെക്നോളജിയാണ് നമുക്ക് ടെലി റോബോട്ടിക് സർജറി സാധ്യമാക്കുന്നത്. അപ്പോൾ സർജൻ ഈ രോഗിയുടെ അടുത്തേ അല്ല, അവർ തമ്മിൽ വയറുകൾ വെച്ചിട്ടുള്ള ഒരു കണക്ഷനും ഇല്ല. തരംഗങ്ങളായിട്ടാണ് ഈ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. ഇപ്പോൾ സർജൻ രോഗിയുടെ അടുത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ രോഗിയുടെ സുരക്ഷ നമുക്ക് എങ്ങനെയാണ്? സർജൻ അടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഈ ഒരു സർജൻ ഇല്ലാതെ ഈ റോബോട്ടിനെ ഇതിലേക്ക് രോഗിയുടെ ശരീരത്തിലേക്ക് ഘടിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവിടെ ഒരു സർജൻ ഉണ്ടായേ തീരും. അപ്പോൾ ചെറിയ കീ ഹോൾസ് ഉണ്ടാക്കിയിട്ട് പോർട്ട് അകത്തേക്കിട്ട് അതിലേക്കാണ് ഈ റോബോട്ടിക് ആംസ് ഘടിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് റോബോട്ടിക് സർജറിയുടെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റാണ്. അതായത് നമുക്ക് ശരിക്ക് 2 സർജന്മാരുടെ ആവശ്യം വരുന്നുണ്ട്. സർജൻ കൺസോളിലൊരു സർജനും പേഷ്യൻ്റെ അടുത്ത് മറ്റൊരു സർജനും. പിന്നെ ഇത് ഇപ്പോൾ 30 കൊല്ലത്തിലേറെ ഈ ടെക്നോളജി വികസിപ്പിച്ച് വന്നുകൊണ്ട് ഒരു സെക്കൻഡിൽ ഏകദേശം 2000 ചെക്കുകൾ ആണ് ഈ റോബോട്ടിക് കൺസോൾ നടത്തുന്നത്. ഒരു ഉദാഹരണത്തിന്, സർജൻ്റെ കൈക്ക് പ്രായം കൂടുന്തോറും സർജന് കൈക്ക് വിറയുണ്ടെങ്കിൽ ആ വിറ ഫിൽട്ടർ ചെയ്യും. അതുപോലെ തന്നെ സർജൻ ആ മോണിറ്ററിൽ നിന്നും തൻ്റെ മുഖം മാറ്റുകയാണെങ്കിൽ റോബോട്ടിക് ആംസ് എല്ലാം ഫ്രീസാവും. അതായത് അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു മൂവ്മെൻറ്റും നടക്കുന്നില്ല. പിന്നെ മൂന്നാമത്തത്, ഈ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അതായത് സാധാരണ നടക്കാത്തതിലപ്പുറത്തേക്കുള്ള വലിയ മൂവ്മെൻറ്റ്സ് നടക്കുകയാണെങ്കിൽ അപ്പോഴും ഈ റോബോട്ട് ഫ്രീസാവും. ഏകദേശം 2000 ചെക്കുകൾ ഓരോ സെക്കൻഡിലും ഈ റോബോട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സേഫാണ്.
മറ്റുള്ള സർജറികളിൽ നിന്ന് റോബോട്ടിക് സർജറി എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? മറ്റുള്ള സർജറിയിൽ നിന്ന് റോബോട്ടിക് സർജറി വ്യത്യസ്തമാകുന്നത് ഒന്ന് അതിൻ്റെ 3D വിഷനാണ്. അതായത് നമുക്ക് സാധാരണ ലാപ്രോസ്കോപ്പിയിൽ 2D വിഷനാണ്, ഒരു ക്യാമറയാണ് ഉള്ളിലേക്ക് പോകുന്നത്. റോബോട്ടിക് സർജറിയിൽ 3D വിഷനാണ്. രണ്ടാമത്തെ സംഗതി എൻഡോറിസ്റ്റ് എന്ന് പറയാം. അതായത് നമ്മുടെ മനുഷ്യൻ്റെ ഈ കൈ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു റോബോട്ടിക് എൻഡോറിസ്റ്റാണ് അതിലുള്ളത്. ഇപ്പോൾ ലാപ്രോസ്കോപ്പിയിൽ അത് എൻഡോറിസ്റ്റിങ് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നമുക്ക് സർജറി ചെയ്യാം. മൂന്നാമത്തത് 10x മാഗ്നിഫിക്കേഷൻ, അതായത് 10 ഇരട്ടി മാഗ്നിഫിക്കേഷനാണ് റോബോട്ടിക് സർജറിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് ഇതെല്ലാം നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് ഏറ്റവും ചെറിയ രക്തക്കുഴലും ഞരമ്പുകളും വരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രിസൈസായിട്ട് ഏറ്റവും സൂക്ഷ്മതയോടുകൂടി, ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ ആ ക്യാൻസർ മുഴുവനായും എടുക്കുകയും എന്നാൽ അതിൻ്റെ സൈഡിലുള്ള ഞരമ്പുകൾക്കോ രക്തക്കുഴലുകൾക്കോ ഒന്നും ഡാമേജ് ഒരു കോട്ടവും തട്ടാതെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു കോർഡിനേഷൻ ഭയങ്കര പ്രാധാന്യമായിരിക്കും ഇല്ലേ? അപ്പോൾ ഈ ഓൺസൈറ്റ് മെഡിക്കൽ ടീമിൻ്റെ ഒരു പ്രാധാന്യത്തിൽ ഓൺസൈറ്റ് മെഡിക്കൽ ടീം ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രധാനം തന്നെയാണ്. കാരണം രണ്ടിടത്തും സർജന്മാർ തന്നെയാണ് വേണ്ടത്. അതായത് 2 സർജന്മാർ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കാണാനുള്ളത്. പിന്നെ ഈ ടെലിസർജറിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചാനൽ വേറെയാണ്. അതായത് റോബോട്ടുമായിട്ടുള്ള കണക്ഷൻ വേറെയാണ്, അത് എക്സ്ക്ലൂസീവാണ്. വേറെ ഒരു ഇൻഫർമേഷനും അതിലൂടെ പാസ് ചെയ്യില്ല. ഈ പേഷ്യൻറ്റിൽ നിന്നും സർജൻ കൺസോളിലേക്കും സർജൻ കൺസോളിൽ നിന്ന് പേഷ്യൻ്റ് ആംസിലേക്കും ഒക്കെ പോവുള്ളൂ, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. പക്ഷേ എന്നാലും നമുക്ക് മറ്റ് വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ അവിടുത്തെ തിയേറ്റർ കാണുകയും അവിടെയുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് നമ്മളോട് നിർദ്ദേശങ്ങൾ തരികയും ചെയ്യും. എല്ലാ സർജറികൾക്കും മുന്നേ എന്തായാലും ഒരു പ്രിപ്പറേഷൻ വേണ്ടി വരും. അപ്പോൾ ഇതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നല്ലൊരു റോബോട്ടിക് സർജന് മാത്രമേ ടെലി റോബോട്ടിക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഈ സർജന്മാർ ഈ 2 പേരും തന്നെ നല്ല ഒന്ന് ഓപ്പൺ സർജറിയിൽ വിദഗ്ധരായിരിക്കണം. ആ പർട്ടിക്കുലർ സർജറി ആ ഒരു സർജറി ചെയ്യുന്നതിൽ അവർക്ക് നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം. 2 അവർക്ക് റോബോട്ടിക് സർജറി ആ പർട്ടിക്കുലർ സർജറി റോബോട്ടിക് സർജറിയിൽ തന്നെ റോബോട്ടിക്സ് വെച്ച് തന്നെ നമ്മളെ ചെയ്യാനുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിദൂരമായിട്ടിരുന്ന് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും മറ്റ് സാധിക്കുകയുള്ളൂ. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കൺസേൺ ഉണ്ട്, ഈ കമ്മ്യൂണിക്കേഷൻ ഡിലേ വരുന്നത് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫെയിലിയേഴ്സ് വരുമ്പോൾ അപകട സാധ്യതയുണ്ടോ എന്നുള്ളൊരു. വളരെ മുമ്പ് അത്തരം സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ടെലി സർജറി ഒരു 25 കൊല്ലം മുന്നേ അമേരിക്കയിൽ നിന്നും ഫ്രാൻസിലേക്ക് ചെയ്തിരുന്നു. പക്ഷേ അന്ന് അതിനു വേണ്ടി വരുന്ന ചെലവും അതിൻ്റെ ടെക്നോളജിയിലുണ്ടായിരുന്ന അപാകതകളും കാരണമാണ് അത് പിന്നീട് അധികം നടപ്പിലാക്കാത്തത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, വളരെ 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 സേഫാണ്. അതുപോലെ തന്നെ ഈ കണക്ഷൻസ് വളരെ വളരെ സെക്യൂറാണ്. പിന്നെ പലതരത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ ഈ വിവരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ടെക്നോളജിയും ഇന്ന് അവൈലബിളാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് മെയിൻലി ഫൈബർ ഓപ്റ്റിക് 1-to-1 point-to-point കണക്ഷനാണ്. അതായത് അതിനിടയിലേക്ക് വേറെ ഒന്നും സാധ്യമല്ല. ഇപ്പോൾ നമുക്ക് വിചാരിച്ചാൽ അതിൽ നിന്ന് ഇൻ്റർനെറ്റ് എടുക്കാനൊന്നും നമുക്ക് കഴിയില്ല. ഈ പേഷ്യൻ്റ് കൺസോളിൽ നിന്ന് സർജൻ കൺസോളിലേക്ക് point-to-point ഫൈബർ ഓപ്റ്റിക് കണക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് വേറെ ഒന്നും തന്നെ കയറി വരാൻ സാധ്യതയില്ല. രണ്ടാമത്തത് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിക്കാം, സാറ്റലൈറ്റ് ലിങ്ക് ഉപയോഗിക്കാം, 5G 6G 10G ഒക്കെ ചൈനയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതും ഉപയോഗിക്കാം. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സെക്യൂറും വളരെ സേഫുമാണ്. കണക്ഷൻ ഫെയിലിയേഴ്സിൻ്റെയോ പുറത്തുനിന്നുള്ള ഇൻ്റർഫിയറൻസിൻ്റെയോ സാധ്യതകൾ വളരെ കുറവാണ്. പൊതുവെ റൂറൽ ഏരിയാസിൽ ഈ ഒരു സർജറിയുടെ ഒരു സാധ്യത എന്താണ്? ഇപ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് തോന്നുന്നു? ഈ ഒരു സാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് ഈ ഒരു ടെലി സർജറിയുടെ സാധ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നമ്മൾ അറിയേണ്ടത് റോബോട്ടിക് സർജറി വളരെയധികം കോസ്റ്റ്ലിയാണ്. അതായത് ഒരുപാട് പൈസ ചിലവുള്ള ഒരു സംവിധാനമാണ് റോബോട്ടിക് സർജറി. അതുകൊണ്ട് തന്നെ
ചുരുക്കം ചില ആശുപത്രികളിൽ മാത്രമേ ഇന്ന് റോബോട്ടിക് സർജറി ഉള്ളൂ, അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെ തന്നെ നല്ലതുപോലെ പൈസ കൊടുത്താൽ മാത്രമേ അത് നമുക്ക് സാധ്യമാവുകയുള്ളൂ. എന്നാൽ ടെലി സർജറി വരുന്നതോടുകൂടി ഈ ഒരു സാധ്യത സർക്കാരിന് തുറന്നു കിട്ടുകയാണ്. അത് സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു സേവനം ലഭ്യമാക്കാൻ സർക്കാരുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചിട്ട് ഈ കേരളത്തിൽ ഏകദേശം 124 ആശുപത്രികളിൽ കിടത്തി ചികിത്സയുണ്ട്. ഈ 124 സ്ഥലത്തേക്കും നമുക്ക് ഓരോ റോബോട്ട് സ്ഥാപിക്കുക എന്ന് പറയുന്നത് കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയിൽ അതൊന്നും സാധിക്കില്ല. എന്നാൽ നമുക്കൊരു മൊബൈൽ യൂണിറ്റ് ഉണ്ടാക്കാം. ആ മൊബൈൽ യൂണിറ്റിലേക്ക് ടെലി സർജറി നമുക്ക് സംവിധാനം ഘടിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലോ ഒരു റോബോട്ടിക് യൂണിറ്റ് നമുക്ക് സ്ഥാപിച്ചിട്ട് ഒരു റോബോട്ടിക് മൊബൈൽ യൂണിറ്റ് ഗ്രാമങ്ങളിലേക്കും സാധാരണ ജനങ്ങളുടെ അടുത്തേക്കും എത്താവുന്നതാണ്. അപ്പോൾ ആ മൊബൈൽ യൂണിറ്റിലിരുന്ന് തന്നെ റോബോട്ടിക് സർജറി ചെയ്യാം. അതല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, വിദഗ്ധനായ ഒരു ഡോക്ടറുടെ സേവനം ആവശ്യമാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ടെലി സർജറി വഴി അതേ സേവനം നമുക്ക് രോഗികളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. ഓപ്പറേഷന് ശേഷം ആ രോഗിയെ കിടത്തി ചികിത്സയുള്ള അതേ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് റോബോട്ടിക് ചികിത്സ വേണമെങ്കിൽ ഒന്നുകിൽ രോഗി ആ ചികിത്സയുള്ള സ്ഥാപനത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ റോബോട്ടിക് യൂണിറ്റ് ആ രോഗിയുടെ അടുത്ത് നമുക്ക് സ്ഥാപിക്കണം. ഇത് രണ്ടും വേണ്ട. ഒരു മൊബൈൽ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഈ 124 124 സ്ഥാപനങ്ങളിലും, സർക്കാർ കിടത്തി ചികിത്സയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും റോബോട്ടിക് യൂണിറ്റ് തുടങ്ങിയതുപോലെയാണ്. അതിന് സാധ്യമാകുന്ന ഈ സംവിധാനം ഈ ടെലി സർജറി വരുന്നതോടുകൂടിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് നമുക്കും ഇവിടെ ഈ ഒരു സർജറി സാധ്യമാണെന്ന് തന്നെയാണ് സാർ പറയുന്നത് അല്ലേ? അതെ, കേരളത്തിൽ ഇത് വളരെയധികം സാധ്യമാണ്. കാരണം കേരളത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ, ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെയധികം വികസിതമായ ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രോഗിയെ ഈവൻ വളരെ പ്രശ്നമുള്ള കാർഡിയാക് സർജറി ആയാലും ക്യാൻസർ സർജറി ആയാലും അങ്ങനെയുള്ള സർജറികളായാലും ചെയ്തു കഴിഞ്ഞാൽ ആ രോഗിയെ ഓപ്പറേഷന് ശേഷം പരിചരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ അത് സാധ്യമാണ്. എന്നാൽ വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് ഓപ്പറേഷൻ സാധ്യമാണെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കേരളത്തിൽ ഈ സ്ഥാപനങ്ങളുടെ ഒരു അവസ്ഥയും അവിടെയുള്ള സേവനങ്ങളുടെ ഒരു അവസ്ഥയും അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിലുള്ള റോഡുകളുടെയും മറ്റ് സംവിധാനങ്ങളുടെയൊക്കെ അവസ്ഥയും നല്ലതായത് കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. കേരളത്തിൽ പൊതുവെ കഴിഞ്ഞൊരു 10 വർഷത്തെ എടുത്ത് നോക്കിയാൽ പൊതുവിലുണ്ടായ ഒരു വലിയൊരു മാറ്റത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ ആരോഗ്യരംഗത്തേക്ക് വളരെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരുന്ന നമ്മുടെ ശ്രീമതി ടീച്ചർ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ തുടങ്ങിയ ഒരു കുതിച്ചുചാട്ടം അതിനുശേഷം ഉള്ള എല്ലാ സർക്കാരുകളും അതുപോലെ തന്നെ, ഇടതുപക്ഷ സർക്കാരുകളും അതുപോലെ തന്നെ പിന്തുടർന്നു. ഇനിയിപ്പോൾ അടുത്ത ഇത് റോബോട്ടിക് സർജറി എല്ലായിടത്തും ലഭ്യമാക്കുക എന്നുള്ളതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഓരോ സ്ഥാപനങ്ങളുടെയും കെട്ടിടങ്ങളായാലും അവിടെയുള്ള സംവിധാനങ്ങളായാലും എല്ലാം തന്നെ വികസിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ളവർക്കേ ഇത് സാധിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളിൻ്റെ വീട്ടുപടിയിലേക്ക് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫിലോസഫി. ആ ഫിലോസഫി വളരെ ചിലവ് കുറച്ച് നമുക്ക് സാധിക്കും. നിലവിലുള്ള ഈ ഒരു ടെലി സർജറി വികസിപ്പിക്കുന്നതിന് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശം മെച്ചപ്പെടുത്താനുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നേരിട്ട് അത് ചെയ്തതാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയുക, ഈ ഡിസ്റ്റൻസ്, ഈ ദൂരങ്ങളിലേക്ക് ഈ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിവരം അയക്കുന്നതിലാണ് അതിന് നമ്മൾ ഒരു റൗണ്ട് ട്രിപ്പ് ഡിലേ എന്ന് പറയും. അതായത് ഒരു വിവരം ഇപ്പോൾ രോഗിയുടെ ശരീരത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ കൺസോൾ വഴി
സർജൻ്റെ അടുത്ത് എത്തുകയും സർജൻ അതിനെ പ്രതികരിക്കും, ആ പ്രതികരിച്ച് അതിൻ്റെ മൂവ്മെൻറ്റ് തിരിച്ച് രോഗിയിലേക്ക് എത്തുന്ന ആ റൗണ്ട് ട്രിപ്പ് ഡിലേ ഇപ്പോൾ 250 മില്ലി സെക്കൻഡിൽ താഴെയാണ്. നമ്മുടെ കണ്ണിനോ നമ്മുടെ ശരീരത്തിനോ ഒരു ഡിലേ അറിയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 320 മില്ലി സെക്കൻഡെങ്കിലും വേണം. അപ്പോൾ അതിന് താഴെ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു വ്യത്യാസം അറിയുന്നില്ല. ഉദാഹരണത്തിന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചല ഫ്രെയിമുകളുടെ ഒരു സീക്വൻസാണ്, ഫോട്ടോകളാണ് കാണിക്കുന്നത്. പക്ഷേ വളരെ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ആ ഫോട്ടോയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല, അതൊരു കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അതിലെ ഡിലേ, ഈ റൗണ്ട് ട്രിപ്പ് ഡിലേ ഒക്കെ വളരെ കുറവാണ്, 250 മില്ലി സെക്കൻഡിലും താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കത് ഒരു ഡിലേ ആയിട്ട് നമ്മളുടെ കണ്ണുകൾക്കോ നമ്മുടെ തലച്ചോറിനോ അത് ഫീൽ ചെയ്യുന്നില്ല. സാർ ഇപ്പോൾ സർജറി അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രോഗിക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടായിട്ടുണ്ടോ? രോഗി അത് ചോദിച്ചിരുന്നു. പക്ഷേ രോഗിക്ക് പരിചയമുള്ള ഡോക്ടർ തന്നെയാണ്, ഈ ഡോക്ടർ ഇത്രയധികം കേസുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ രോഗിക്ക് അതിൻ്റെ അതൊരു സമ്മതത്തിന് കുറവില്ല. പക്ഷേ നമ്മൾ കൺസെൻ്റ് എടുക്കും, അതായത് രോഗിയോട് ശസ്ത്രക്രിയയുടെ അനുമതി പത്രത്തിൽ അവർ ഒപ്പിടുന്നതിന് മുമ്പ് അവരുടെ ഭാഷയിൽ നമ്മളിത് വിശദീകരിച്ചു കൊടുക്കണം. അതായത് അവിടെയുള്ള ഡോക്ടറല്ല, ഡോക്ടർ വിദൂര ഒരു സ്ഥലത്തു നിന്നാണ് ചെയ്യുന്നത്, ഇന്ന ഡോക്ടറാണ്, ആ ഡോക്ടറായിരിക്കും ഓപ്പറേഷൻ ചെയ്യുക. ഇവിടെ രോഗിയുടെ അടുത്ത് ഒരു ടീം ഉണ്ടാവും, അവിടെയുള്ള ഡോക്ടർ ഇന്ന ആളാണ്, അയാളും ഇതിൽ വിദഗ്ധനാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ ഈ റോബോട്ട് ഡിസ്കണക്ട് ചെയ്ത് ഓപ്പൺ സർജറി ചെയ്യും എന്നുള്ള ഒരു കൺസെൻറ്റ് നമ്മൾ വാങ്ങിയിരിക്കണം. ഇത് ഈ റോബോട്ടിക് സർജറിക്ക്, ടെലി സർജറിക്ക് ഈ ഒരു കൺസെൻറ്റ് ആവശ്യമാണ്. ഈ ഒരു സർജറിയുടെ നിയമപരമായ ഒരു വശം കൂടി ഉണ്ടല്ലോ, ആർക്ക് എവിടെ നിന്നൊക്കെ ചെയ്യാമെന്നുള്ളൊരു അത് ഒരേ രാജ്യത്ത് തന്നെയാണെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടൊരു പ്രശ്നവുമില്ല. എന്നാൽ നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് ചെയ്യുമ്പോൾ ഏത് രാജ്യത്താണോ രോഗിയുള്ളത് ആ രാജ്യത്തെ ലൈസൻസ് ഈ ഡോക്ടർക്ക് ഉണ്ടാവണം. ഒരു ഉദാഹരണത്തിന് എനിക്ക് ഇന്ത്യയിലെ ലൈസൻസ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് നേപ്പാളിൽ നിന്ന് ഇരുന്നു കൊണ്ട് ഇന്ത്യയിൽ ഉള്ള ഒരു രോഗിക്ക് ഓപ്പറേറ്റ് ചെയ്യാം. എന്നാൽ എനിക്ക് നേപ്പാളിലെ ലൈസൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നേപ്പാളിലെ ഒരു രോഗിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ നിയമപരമായ തടസ്സമുണ്ട്. ഈ ടെലി റോബോട്ടിക് സാങ്കേതിക വിദ്യ പല തലത്തിലാണ് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന്, ഒരു ഡോക്ടറുടെ തലത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ഞാനൊരു ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ, ഉദാഹരണത്തിന് ഹെർണിയയുടെ ഓപ്പറേഷന് ഞാനൊരു റോബോട്ടിക് സർജറിയിൽ ഞാൻ വിദഗ്ധനാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ബെഡ്റൂമിലിരുന്നു കൊണ്ട് തന്നെ ഈ സർജറി ചെയ്യാൻ കഴിയും. ബെഡ്റൂമിലിരുന്ന് ചെയ്യുന്നതിനല്ല അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ ഓരോ സർജറിയും കഴിഞ്ഞിട്ട് അടുത്ത രോഗിക്ക് മയക്കം കൊടുക്കുക, അതിനുശേഷം ആ രോഗിയെ റോബോട്ടിൽ നിന്നുള്ള കണക്ഷനുകൾ മാറ്റുക മുതലായ സംഗതികൾക്കൊക്കെ സമയമെടുക്കും. ഇപ്പോൾ ഞാനൊരു ആശുപത്രിയിൽ ഇരുന്നാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് മാക്സിമം ഒരു 3 സർജറിയാണ് ചെയ്യാൻ കഴിയുക. എന്നാൽ ഈ ടെലി റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് ഞാൻ നെറ്റ്വർക്ക് ചെയ്യണം, മറ്റ് ആശുപത്രികളുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു രോഗിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തൊരു രോഗിയിലേക്ക് പോകാം. അപ്പോഴേക്ക് ആ രോഗിയെ അനസ്തീഷ്യ കൊടുത്ത് ആ രോഗിയെ റെഡിയാക്കി വെക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന സർജറികളുടെ എണ്ണം ഒരു 3-ൽ നിന്ന് ഒരു 8 മാറ്റാൻ കഴിയും. അപ്പോൾ ഒരു സർജറിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല ആശുപത്രികളിലായിട്ട് ചെയ്യാവുന്ന സർജറികളുടെ എണ്ണം വളരെയധികം വർദ്ധിപ്പിക്കാൻ കഴിയും. അയാളുടെ സമയത്തിൻ്റെ ഉപയോഗം അതിനാവശ്യമായ തലത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ തലം ഒന്ന് മാറ്റിയിട്ട് ആശുപത്രികളുടെ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പല കമ്പനികൾക്കും ഒന്നിൽ കൂടുതൽ ആശുപത്രികൾ ഓരോ സ്റ്റേറ്റിലുണ്ടാകും. ചില കമ്പനികൾക്ക്, ചില ഗ്രൂപ്പുകൾക്ക് ഇന്ത്യയിലൊട്ടാകെ ആശുപത്രികളുണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ ഒരു കാർഡിയക് സർജൻ്റെ സേവനം നൽകണമെന്നുണ്ടെങ്കിൽ ഈ ആശുപത്രികളിലെല്ലാം തന്നെ കാർഡിയക് സർജൻ വേണം. ഒരു യൂറോളജിസ്റ്റിൻ്റെ സേവനം നൽകണം, ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ യൂറോളജിസ്റ്റ് വേണം. അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെയും വിദഗ്ധരായ സർജന്മാർ ഈ ഓരോ ആശുപത്രിയിലും വേണം. എന്നാൽ ടെലി റോബോട്ടിക് സർജറി വഴി ഇവിടെ എല്ലാം റോബോട്ട് സ്ഥാപിക്കുകയും അവയെ ടെലി റോബോട്ടിക് സംവിധാനം വഴി കണക്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഒരു യൂണിറ്റിൽ
കാർഡിയോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അടുത്ത യൂണിറ്റിലെ യൂറോളജിസ്റ്റും വേറൊരു യൂണിറ്റിൽ ഗ്യാസ്ട്രോ സർജനും ഒക്കെ വെച്ചിട്ട്, എന്നാൽ എല്ലാ യൂണിറ്റിലും ഇവരുടെ എല്ലാ സേവനങ്ങളും നൽകാൻ സാധിക്കും. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് അവർക്ക് കാർഡിയോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അതേ കാർഡിയോളജിസ്റ്റിന് ടെലി റോബോട്ടിക് സർജറി വഴി കൊല്ലത്തും എറണാകുളത്തും ഉള്ള ആശുപത്രികളിലുള്ള രോഗികൾക്ക് അതേ സേവനം നൽകാൻ കഴിയും. രോഗികൾ എറണാകുളത്തുള്ള രോഗികൾ തിരുവനന്തപുരത്തേക്ക് വരേണ്ട, തിരുവനന്തപുരത്തുള്ള ഡോക്ടർ എറണാകുളത്തേക്ക് പോവുകയും വേണ്ട. അതുപോലെ തന്നെ യൂറോളജിസ്റ്റും, ഇപ്പോൾ കൊല്ലത്താണ് യൂറോളജിസ്റ്റ് ഉള്ളെങ്കിൽ യൂറോളജിസ്റ്റിന് അവിടെ ഇവരുടെ ഗ്രൂപ്പിലെ എല്ലാ ആശുപത്രികളിലും ടെലി റോബോട്ടിക് സർജറി വഴി ഓപ്പറേഷൻ നടത്താൻ സാധിക്കും. ഇതാണ് ഈ സ്ഥാപനങ്ങളുടെ തലത്തിൽ ഉള്ള അഡ്വാൻറ്റേജ്. ഈ റോബോട്ടുകളെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ, അതുപോലെ സർജറിക്ക് വരുന്ന കോസ്റ്റിനെ കുറിച്ചും കൂടി ഒന്ന് പറയാം. അത് നമുക്ക് ശരിക്കുമുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടെലി റോബോട്ടിക് സർജറി നമ്മുടെ ഇന്ത്യൻ റോബോട്ട് വെച്ച് മാത്രമേ ഇന്ത്യയിൽ സാധ്യമുള്ളൂ. 4 റോബോട്ടുകൾ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 2 പുതിയത് കൂടി വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു ഇന്ത്യൻ റോബോട്ടിന് മാത്രം, SSI എന്നുള്ള ഇന്ത്യൻ റോബോട്ടിന് മാത്രമേ നമുക്ക് ടെലി സർജറി ഇപ്പോൾ അനുവദനീയമായിട്ടുള്ളൂ. SSI ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഏകദേശം 45,000 മുതൽ 65,000 വരെയാണ് എക്സ്ട്രാ ചിലവ് വരുന്നത്. എന്നാൽ ഡാവിഞ്ചി ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വിദേശത്തു നിന്നുള്ള ഒരു അമേരിക്കൻ റോബോട്ടാണ്. അതിനാണെങ്കിൽ ഏകദേശം 1-1.25 ലക്ഷത്തിനും അടുപ്പിച്ച് എക്സ്ട്രാ നമുക്ക് ചിലവ് വരുന്നുണ്ട്. രോഗി ഒരു സ്ഥലത്ത്, ഡോക്ടർ മറ്റൊരു സ്ഥലത്ത്, ഇങ്ങനെയും സർജറി സാധ്യമാണ്. ടെലി റോബോട്ടിക് സർജറിയെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഡോക്ടർ നമ്മളുമായിട്ട് പങ്കുവച്ചത്. കേരളത്തിലും ഈ സർജറി സാധ്യമാണെന്ന് തന്നെയാണ് ഡോക്ടർ അടിവരയിട്ട് പറയുന്നത്. ഇടതു സർക്കാർ അത് ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും.